CMRL മാസപ്പടി വിവാദത്തിലെ ഹൈക്കോടതി ഇടപെടൽ രാഷ്ട്രീയായുധമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. വിജിലൻസ് കോടതി തള്ളിയ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചത് സ്വാഗതം ചെയ്യുകയാണ് പ്രതിപക്ഷം. വിവാദ കരിമണൽ കമ്പനിയായ CMRLനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്ന ആരോപണം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുപ്പിക്കാനാണ് നീക്കം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട കടുത്ത നീക്കങ്ങൾക്കാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. CMRLന് കരിമണൽ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രി സഹായം നൽകിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതിനിടയിലാണ് മാത്യു കൊളനാടൻ MLAയുടെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനാണ് നീക്കം. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമായി മാസപ്പടി വിവാദം മാറും. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ടി വരും. തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കൊളനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. മാസപ്പടി വിവാദത്തിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എക്സാലോജിക്കിന് CMRL നൽകിയ 1.72 കോടി രൂപ അഴിമതി പണമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. CMRLനെ വഴിവിട്ട് സഹായിച്ചതിന് ലഭിച്ചതാണ് ഈ പണമെന്ന കൊളനാടന്റെ ആരോപണം. ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളാണ് പ്രതിപക്ഷം ആയുധമാക്കിയത്. പിന്നീട് SFIO അന്വേഷണം ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അന്വേഷണം വഴിപാടായി. ഇത് CPM BJP ബാന്ധവത്തിന്റെ തെളിവായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു. ഇനി ഹൈക്കോടതിയുടെ ഇടപെടലിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഏക പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.